ഏവർക്കും കുട്ടീസ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ആട്ടെ, കുഞ്ഞാപ്പിക്ക് ഇഷ്ടപ്പെട്ട സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഉരുളിലേക്ക് വെച്ച് ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നമ്മളതൊരു ബ്രൗൺ കളർ ആകും വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ തേങ്ങാക്കൊത്തും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞാപ്പി മുമ്പന്തി തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾ വേപ്പിലേക്ക് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് സബോളയും കൊച്ചുള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് കേട്ടോ, വാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലപോലെ ഇളക്കി നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട്. വാടി സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് വാട്ടി എടുത്തിട്ട് വേണം നമ്മൾ ആക്കി. അപ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പും കാര്യങ്ങളും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി എണ്ണയുടെ കുറവുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊച്ചുള്ളിയും സബോളയും തേങ്ങാക്കൊത്തൊക്കെ കിടന്ന് നല്ലപോലെ വാടി വരുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വാടിക്കിട്ടും കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് നമ്മൾ നല്ലപോലെ വാട്ടി നല്ലൊരു എന്താ പറയുക ബ്രൗൺ കളറാകും വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നല്ലപോലെ നമ്മൾ ഇളക്കി ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞാപ്പിക്ക് ഇതുപോലുള്ള ആഹാരങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് വീട്ടിൽ നിന്ന് നമ്മൾ തന്നെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്, അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ നല്ലപോലെ വാടി വരുന്ന സമയത്ത് വേണം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ചേർക്കാനായിട്ട്. അപ്പോൾ അച്ഛനാണ് ഇന്നത്തെ സ്പെഷ്യൽ പാചകം ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഇച്ചിരി ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ വാടി വരുന്ന സമയത്ത് വേണം നമ്മൾ ബാക്കി പൊടി ഐറ്റംസൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ വാടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം വാടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വാടി വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് പിടിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അത് പിടിക്കാൻ ചാൻസ് ഉണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ട് ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ നമുക്ക് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ സാധനം. വാടി ഇപ്പോൾ റെഡി ആയിട്ട് അപ്പോൾ ചെറുതായിട്ടൊന്നും അടിക്ക് പിടിച്ചത് കൂട്ടായി, എന്നാലും പിടിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി പൊടി ഐറ്റംസൊക്കെ നമ്മൾ ഇടാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കൂട്ടിപ്പോൾ ഇങ്ങനെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകെ നമ്മൾ മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവൾക്ക് എരിവ് ഇച്ചിരി ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇച്ചിരി പൊടി ഐറ്റംസ് എല്ലാം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊടി ഐറ്റംസ് എല്ലാം നമ്മൾ ചേർത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ മസാലപ്പൊടി ഇട്ട് കുരുമുളക് പൊടി ഇട്ടു, പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കാര്യങ്ങളെല്ലാം ചേർത്ത് നമ്മളൊന്ന് നല്ലപോലെ ഇളക്കി എടുക്കണം. ഇളക്കി നല്ലപോലെ സെറ്റായി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചേർക്കാൻ. അപ്പോൾ നമ്മൾ ഓരോ പൊടി ഐറ്റംസുകളെല്ലാം നമ്മളിങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുക കേട്ടോ. ചേർത്ത് നമ്മൾ നല്ലപോലെ ഇളക്കി മിക്സായി കഴിഞ്ഞിട്ട് വേണം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അച്ഛനാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പൊടി ഐറ്റംസ് എല്ലാം ഇടുന്നത്. മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അടുത്തതായിട്ട് മുളക് പൊടിയും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അച്ഛനാണ് പൊടി ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു സഹായിച്ച് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ പൊടി ഐറ്റംസ് എല്ലാം കൂടി നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആ ബീഫ് തട്ടാനായിട്ട്. അപ്പം ഞാനാണ് കേട്ടോ ഇളക്കി എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കണം കേട്ടോ. മിക്സാക്കി എടുത്ത് നല്ല സെറ്റായി വന്നു കഴിയുമ്പോഴത്തേക്ക് വേണം നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളെന്തായാലും നല്ലപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇതിപ്പോൾ ബീഫ് ഇട്ട് കൊടുക്കും കേട്ടോ. വേവിച്ച് വെച്ചിരിക്കണം നമ്മൾ ആ ബീഫ് ഇട്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കി മിക്സാക്കി എടുക്കണം കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള നമ്മുടെ ബീഫ് എന്ന് പറയുന്നത്, ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഫ്രൈ ആയി കിട്ടണം കേട്ടോ അവൾക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് നല്ലപോലെ നമ്മൾ വെള്ളം ഇച്ചിരി ഒഴിച്ചിട്ട് കേട്ടോ നമ്മൾ നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ചാട്ടോ നമ്മളിങ്ങനെ ഇളക്കി മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ആളിങ്ങനെ നോക്കിച്ചാട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ആൾ നിൽപ്പുണ്ട്, ഒരു രക്ഷയില്ല. എനിക്ക് ഇച്ചിത്താന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട് കുഞ്ഞാക്കി. അങ്ങനെ ഞാൻ ഇച്ചിരി കൊടുത്തു കേട്ടോ തിന്നെടുത്ത്. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ ഏകദേശമൊക്കെ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചാനലുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് കാര്യങ്ങളെല്ലാം ചെയ്യണം. നിങ്ങളുടെ ഓരോരോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുഞ്ഞാപ്പിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇച്ചിരി എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പം ഞങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം
ഇനിയുള്ള ഓരോരോ വീഡിയോകളൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ സപ്പോർട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് നല്ല രീതിയിലുണ്ടാകും. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇനി ഉള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ എന്തായാലും വരും. അപ്പം ഞങ്ങളുടെ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരും വരെ ബൈ ബൈ.